ഓണത്തിന് ബിവറേജസ് കോർപ്പറേഷൻ വഴി റെക്കോർഡ് മദ്യവിൽപ്പന. ഓണക്കാലത്ത് ബെവ്കോയിൽ മാത്രം വിറ്റത് 826 കോടിയുടെ മദ്യം. ഉത്രാട ദിനത്തിൽ മാത്രം 137 കോടിയുടെ മദ്യം ചെലവായെന്ന് കണക്കുകൾ പറയുന്നു. ഉത്രാട ദിനത്തിലെ മദ്യവിൽപ്പനയിൽ ഒന്നാമത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇന്നലെ വരെയുള്ള കണക്കാണ് പുറത്തു വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ തിരുവോണ ദിവസത്തെ കണക്കുകൂടി പുറത്തു വരുമ്പോൾ മലയാളികൾ എത്ര കോടി രൂപയുടെ മദ്യമാണ് ഈ ഓണക്കാലത്ത് കുടിച്ചു തീർത്തത് എന്നത് വെളിവാകുകയാണ്. പ്രജിത്ത്, നാളിലെ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ളത്. കഴിഞ്ഞ ഒരു 10 ദിവസത്തെ കണക്കെടുക്കുമ്പോഴാണ് മദ്യവിൽപ്പന മുൻ വർഷത്തേക്കാൾ 80 കോടിയിലധികം രൂപ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകുന്നത്. 2024 ഏതാണ്ട് 126 കോടി രൂപയുടെ വിൽപ്പന മാത്രമായിരുന്നു ബെവ്കോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നത്. എന്നാൽ ഇത്തവണ അത് 137 കോടി രൂപയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ബെവ്കോ ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം ഈ സമയത്ത് വിറ്റഴിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1.46 കോടിയുടെ മദ്യമാണ് കരുനാഗപ്പള്ളിയിലെ ഔട്ട്ലെറ്റ് വഴി വിതരണം ചെയ്തത്. രണ്ടാം സ്ഥാനത്തുള്ളതും കൊല്ലത്ത് തന്നെ ആശ്രമം ഔട്ട്ലെറ്റ് ആണ്. 11 കോടി അതോടൊപ്പം തന്നെ 1.11 കോടി രൂപ വിറ്റുവരവുള്ള മലപ്പുറം എടപ്പാൾ ഔട്ട്ലെറ്റും ഈ പറയുന്ന രീതിയിൽ കോടിക്കണക്കുണ്ട്. എന്തായാലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വരുമാനം സർക്കാർ ഉണ്ടാകുന്നു എന്നതാണ്. പക്ഷേ മലയാളികൾ ഇത്രയധികം തുക മദ്യത്തിനായി ചെലവഴിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യവും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും മുൻ റെക്കോർഡുകളെയൊക്കെ തിരിച്ചു എറിഞ്ഞിരിക്കുകയാണ് ഈ ഉത്രാട നാളിലെ റെക്കോർഡ് മദ്യവിൽപ്പനയിലൂടെ ബെവ്കോ. നീലിമ. ശരി.